ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ദനഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ ഇടവക പള്ളിയായ വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയോടുകൂടി പള്ളിക്ക് ചുറ്റും പ്രദർശനവും കഴിഞ്ഞ് ഭക്തസമൂഹവും 3 രാജാക്കന്മാരുടെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുസ്വരൂപവുമായി കിഴക്കേ തലക്കൽ കുരിശുപള്ളിയിലേക്ക് പ്രദർശനം ആരംഭിക്കുകയാണ്. ദനഹ തിരുനാൾ അഥവാ എത്തിഫ്യൂസ് തിരുനാൾ, പിണ്ടികുത്തി പെരുന്നാൾ, രാക്കുളി പെരുന്നാൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ തിരുനാൾ 3 ദിവസത്തെ പ്രധാന തിരുനാളുകളാണ്. 5-ാം തീയതി വിശുദ്ധ കുർബാനയോടുകൂടി ദനഹ തിരുനാളിന് കൊടി കയറി ഇന്ന് 6-ാം തീയതി തിരുസ്വരൂപവുമായി കിഴക്കേ തലക്കൽ കുരിശുപള്ളിയിലേക്കും നാളെ 7-ാം തീയതി സെന്റ് സെബാസ്റ്റ്യൻ CMI ഗോവേന്ദ പള്ളിയിലേക്കും പ്രദർശനം നടത്തി ദനഹ തിരുനാൾ കർമ്മങ്ങൾ ആഘോഷിച്ചു വരുന്നു. കത്തോലിക്ക സഭയിലെ ഈശോ മിശിഹ ദൈവപുത്രനാണ് എന്ന വെളിപാടിന്റെ ഓർമ്മ പുതുക്കലാണ് ദനഹ തിരുനാൾ. പ്രധാനമായും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് 3 ജ്ഞാനികൾക്ക് അഥവാ 3 പൂജ രാജാക്കന്മാർക്ക് വെളിപാട് ലഭിച്ചതിനെയാണ് ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ജോർദാൻ നദിയിലെ യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്തെ വെളിപാടും കാനായിലെ കല്യാണത്തിന്റെ അനുസ്മരണവും ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു. ഈ ദനഹ തിരുനാളിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഞങ്ങൾ പുളിങ്ങുന്നുകാരായിരിക്കും. ഈ ജനുവരി മാസം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മാസമാണ്. അതുമാത്രമല്ല, റോമൻ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം നഗരി കാണിക്കൽ പ്രദർശനത്തിന് ഉപയോഗിച്ചാൽ ദേശത്തെ ദാരിദ്ര്യവും മാറാരോഗങ്ങളും ദുഷ്ടശക്തികളിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഈ കാണുന്നത് ഞങ്ങളുടെ പുളുങ്ങുന്നതിൽ ഒരു രസകരമായ ഒരു ആചാരമാണ്. വിശുദ്ധ അമ്മ ത്രേസ്യാമ്മയുടെ നാമത്തിലുള്ള കിഴക്കേ തലക്കൽ കുരിശുപള്ളിയിലേക്ക് ഈ പ്രദർശനം നടക്കുമ്പോൾ കുരിശുപള്ളിക്കാർ അമ്മ ത്രേസ്യാമ്മയുടെ തിരുസ്വരൂപവുമായിട്ട് വേഗത്തിൽ വരുന്നു. അത് അമ്മ ത്രേസ്യാമ്മ വിശുദ്ധ സെബസ്ത്യാനോസിനെയും 3 പൂജാ രാജാക്കന്മാരെയും അമ്മയുടെ പള്ളിയിലേക്ക് ക്ഷണിച്ച് ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇവർ ഇത്ര വേഗത്തിൽ രൂപം കൊണ്ട് വരുന്നത്. ഈ കാഴ്ച കാണാൻ നല്ല രസമാണ്. അങ്ങനെ അമ്മ ത്രേസ്യാമ്മയുടെ അകമ്പടിയോടും കുരിശുപള്ളിക്കാരുടെ സ്നേഹത്തോടും കൂടെ ഭക്തസമൂഹവും തിരുസ്വരൂപങ്ങളും കിഴക്കേ തലക്കൽ കുരിശുപള്ളിയിലെത്തി. തുടർന്ന് പ്രധാന കാർമ്മികന്റെ ആശീർവാദ പ്രാർത്ഥനയോടുകൂടി പുളിങ്കുന്ന് വലിയ പള്ളിയിലേക്ക് തിരിച്ച് പ്രദർശനം ആരംഭിക്കുകയാണ്. നാം എല്ലാവരോടും